നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളോടെ ഇംഗ്ലീഷ് മനസ്സിലാക്കിക്കൊള്ളുക. ഇലാസ്റ്റിക് സൂത്രത്തിന്റെ സഹായത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ്. ഇലാസ്റ്റിക് സൂത്രത്തോടെയോ? അതെ, ഇലാസ്റ്റിക് സൂത്രം വഴിയായി തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഇപ്പോൾ പുതിയ പുതിയ വാക്കുകളോടെ, നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളോടെ ഇംഗ്ലീഷ് മനസ്സിലാക്കേണ്ടതില്ല. നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളോടെ സഹായത്തോടെ തന്നെ ഇംഗ്ലീഷ് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് മലയാളം അറിയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ ആവേശം തന്നെ മതി ഇത് പഠിക്കാൻ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും അറിയാതിരുന്നാൽ ആ ഉത്സാഹം വരാനിടയില്ല. നിങ്ങളോട് നേരിട്ട് ഒരു കൂട്ടുകാരൻ പറയുന്നത് മനസ്സിലാകും. എന്നാൽ മറുപടി പറയുമ്പോൾ തെറ്റ് സംഭവിക്കുമോ എന്ന ഭയം നിങ്ങളെ അലട്ടുന്നു, അല്ലെങ്കിൽ പ്രയാസം കാരണമാകാം. ചുരുക്കത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഭയമെല്ലാം ഈ ഒരു ഇലാസ്റ്റിക് സൂത്രം നിങ്ങൾ കേട്ടാൽ അത്തരം ഭയം അകന്നുപോകും. സത്യത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇത്ര എളുപ്പമോ, മലയാളം ഇത്രത്തോടെ കഠിനമോ എന്ന് നിങ്ങൾക്ക് തോന്നാനിടയുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഈസി എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് നിശ്ചയമാകും ഉണ്ടാകും. നോക്കാം ഈ ഇലാസ്റ്റിക് റൂൾ എന്താണ്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ ആഹാരം കഴിച്ചു. ഇംഗ്ലീഷിൽ ഇത് പറഞ്ഞാൽ നിങ്ങൾ പറയും, എന്തെന്നാൽ ഇവിടെ ഉള്ളത് 2 വാക്കുകൾ മാത്രം. ഈ 2 വാക്കുകളോടെ നമുക്ക് ഒരു വാക്യം ലഭിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. ഒരുപക്ഷെ ആ 2 വാക്കുകളിൽ നിങ്ങൾ ഏതെങ്കിലും വാക്യത്തെ തെറ്റായി പറഞ്ഞാൽ ആഹാരം കഴിച്ചു എന്ന കാര്യം ശരിയായി പറയാൻ സാധിക്കും. എന്തെന്നാൽ ഞാൻ എന്നാൽ ഐ എന്ന് പറയാൻ പറ്റും. കഴിച്ചു എന്നതിന് ഈറ്റ് എന്ന് പറയാമോ? അല്ല, ഈറ്റിംഗ് എന്നാണോ പറയേണ്ടത്? ഈറ്റൻ എന്ന് പറയുന്നത് ശരിയാണോ? ഈ 3ൽ ഏതെങ്കിലും പറയുകയാണെങ്കിൽ തെറ്റായി തീരും. ഐ ഈറ്റ് എന്നാലും ഐ ഈറ്റിംഗ് എന്നാലും ഐ ഈറ്റൻ എന്നാലും ഞാൻ ആഹാരം കഴിച്ചു എന്ന അർത്ഥം വരികയില്ല. സോ ഐ ഈറ്റ് എന്ന് പറയാമോ? ഐ ഈറ്റിംഗ് എന്ന് പറയാമോ? ഐ ഈറ്റൻ എന്ന് പറയാമോ? ഐ ആം ഈറ്റിംഗ് എന്ന് പറയാമോ? ഇങ്ങനെ പലതരം സംശയങ്ങൾ ഉള്ളതിനാൽ നിങ്ങൾ സംസാരിക്കുകയില്ല. എന്നാൽ ആഹാരം കഴിച്ചു എന്നാൽ കഴിക്കുന്നത്, എന്നാൽ ഈറ്റ്, ഈറ്റിംഗ് ഏതോ പറയാൻ നിങ്ങൾക്കറിയാം. പക്ഷേ ഇംഗ്ലീഷിൽ വാക്യം പറയണമെങ്കിൽ വായിൽ നിന്ന് കറക്റ്റായി വരികയില്ല. ഈറ്റ് അല്ലെങ്കിൽ ഈറ്റിംഗ് ആണോ എന്നിങ്ങനെ പലവിധ സംശയങ്ങൾ കാരണം സംസാരിക്കാൻ മടിക്കുന്നു. ഞാൻ ആഹാരം കഴിച്ചു എന്ന വാക്യം എങ്ങനെ പറയണമോ എന്നത് പിന്നീട് പറയാം. മലയാളത്തിൽ ഇതിന്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് ഇലാസ്റ്റിക് സൂത്രത്തിൽ കൂടെ മനസ്സിലാക്കാം. ഇലാസ്റ്റിക് സൂത്രം എന്നാൽ ഇലാസ്റ്റിക് റൂൾ എന്നർത്ഥം. ഇലാസ്റ്റിക് ഗുണം എന്നാൽ എന്താണ്? ഇപ്രകാരം അപ്രകാരം എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ അങ്ങനെ എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇപ്പോൾ ഞാൻ ആഹാരം കഴിച്ചു എന്ന വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? 2 വാക്കുകൾ മാത്രം. എത്ര വാക്കുകൾ? 2 മാത്രം. ആ 2 വാക്കുകളുടെ ഇടയിൽ ചില വാക്കുകൾ ചേർന്നുകൊണ്ടേയിരിക്കാം. ഞാൻ ആഹാരം കഴിച്ചു എന്നതിൽ എത്ര വാക്കുകളുണ്ട്? 2 വാക്കുകളാണുള്ളത്. കഴിച്ചു എന്നത് പ്രവൃത്തിയാണ്. മലയാള വാക്യത്തിന്റെ അവസാനം ക്രിയാനാമം ഉണ്ടാകും. ശരി, ഇപ്പോൾ ഈ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ആഹാരം കഴിച്ചു എന്നത് ശ്രദ്ധിക്കുക. അതിനാൽ അവസാനത്തെ വാക്ക് എന്താണ്? കഴിച്ചു എന്നതാണ്. ഞാൻ കഴിച്ചു എന്ന വാക്യത്തിന്റെ നടുവിൽ വാക്കുകൾ ചേർത്തുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകാം. വാക്യം എത്രത്തോളം വലുതാക്കാം എന്നത് കാണാം. ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം എന്നത് പിന്നീട് നോക്കാം. ആദ്യം മലയാളത്തിൽ ഒരു വാക്യം എത്രത്തോളം വലുതാക്കാം എന്നത് നോക്കാം. ആ വാക്യം എത്രത്തോളം വലുതാവും എന്നത് മനസ്സിലാക്കിയാൽ അതിനുശേഷം നിങ്ങൾ പറയുന്ന റൂൾസ്, സൂത്രരീതി, ഏത് തരത്തിലുള്ള വാക്യമായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. അത് അത്ര പ്രയാസപ്പെട്ടതൊന്നുമല്ല. ഞാൻ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഇവിടെ ആഹാരം കഴിച്ചു എന്ന സ്ഥലത്ത് ഞാൻ കണ്ടു, ഞാൻ സംസാരിച്ചു, ഞാൻ പാടി, ഇത്തരം ചെറിയ ചെറിയ വാക്യങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഞാൻ ആഹാരം കഴിച്ചു എന്ന വാക്യത്തിന് വെൻ, വേർ, വാട്ട് മുതലായ ചോദ്യവാക്യങ്ങളോടെ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങൾ വാക്യത്തിൽ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ വലുതാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആഹാരം കഴിച്ചു, ഈ വാക്യത്തിന്റെ നടുവിൽ ഒരു വാക്ക് ചോദിക്കാം. ഞാൻ ആഹാരം കഴിച്ചു എന്ന വാക്യത്തിന്റെ നടുവിൽ ഒരു വാക്ക് കൂട്ടിച്ചേർക്കാം. ഞാൻ ആഹാരം കഴിച്ചു എന്ന വാക്യത്തിന്റെ നടുവിൽ ഇന്നലെ വൈകുന്നേരം എന്ന വാക്കുകൾ ചേർക്കാം. അപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ ഇന്നലെ വൈകുന്നേരം ആഹാരം കഴിച്ചു. ഇന്നലെ വൈകുന്നേരം എന്ന വാക്ക് ഞാൻ എന്നതിന്റെയും ആഹാരം കഴിച്ചു എന്നതിന്റെയും നടുവിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെ പറയാമല്ലോ, ഞാൻ ഇന്നലെ വൈകുന്നേരം ആഹാരം കഴിച്ചു.
ഇത് അർത്ഥമുള്ളതാണല്ലോ. ഈ മലയാള വാക്യത്തിന്റെ ഇംഗ്ലീഷ് വാക്യം എന്താണെന്ന് പിന്നീട് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മലയാള വാക്യമാണ് വ്യക്തമാക്കിയത്. ഇന്നലെ വൈകുന്നേരം ആഹാരം കഴിച്ചു. ഈ വാക്യത്തെ ഇനിയും കുറച്ച് വിശദീകരിക്കാം. ഞാൻ എന്നത് ആദ്യത്തെ വാക്ക്, കഴിച്ചു എന്നത് അവസാന വാക്യം. നിങ്ങൾ എപ്പോൾ നോക്കിയാലും വാക്യം എത്രത്തോളം നീണ്ടാലും ഞാൻ എന്നത് ആദ്യ വാക്യം തന്നെ ആയിരിക്കും. കഴിച്ചു എന്നത് അവസാനത്തെ വാക്കായിരിക്കും. ഈ വാക്യത്തെ ഇനിയും വീണ്ടും വലുതാക്കാമോ? ഇന്നലെ എപ്പോൾ കഴിച്ചു? 5 മണിക്ക് കഴിച്ചു. 5 മണിക്ക് എന്ന വാക്ക് ഈ വാക്യത്തിൽ ആഡ് ചെയ്തു നോക്കാം. ഇപ്പോൾ വാക്യം എപ്രകാരമുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ആഹാരം കഴിച്ചു. ഈ വാക്യത്തെ ഇനിയും വലുതാക്കി നോക്കാം. എവിടെ വെച്ച് കഴിച്ചു എന്ന ചോദ്യം ചോദിക്കൂ. ഡൽഹിയിൽ വെച്ച് കഴിച്ചു. ഡൽഹിയിൽ എന്ന വാക്ക് ഈ വാക്യത്തോട് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിൽ വെച്ച് ആഹാരം കഴിച്ചു. ഈ വാക്യത്തെ ഇനിയും വലുതാക്കി നോക്കാമോ? ഏത് ഹോട്ടലിലാണ് കഴിച്ചത് എന്ന ചോദ്യം ചോദിക്കൂ. അശോക ഹോട്ടലിൽ കഴിച്ചു. ഈ വാക്യത്തോട് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വാക്യം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിൽ അശോക ഹോട്ടലിൽ ആഹാരം കഴിച്ചു. ഈ വാക്യം ഇനിയും വലുതാക്കാമോ? അശോക ഹോട്ടലിലെ എത്രാമത്തെ നിലയിലാണ് കഴിച്ചത് എന്ന ചോദ്യം ചോദിക്കുക. 3-ാമത്തെ നിലയിൽ കഴിച്ചു. 3-ാമത്തെ നിലയിൽ എന്ന വാക്ക് ഈ വാക്യത്തോട് ആഡ് ചെയ്തു നോക്കാം. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ട് എന്നത് നോക്കാമോ? നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ ഞാൻ ആഹാരം കഴിച്ചു. ഈ വാക്യത്തെ ഇനിയും വലുതാക്കാമോ? 3-ാമത്തെ നിലയിൽ എവിടെ ആഹാരം കഴിച്ചു എന്ന ചോദ്യം ചോദിക്കൂ. 2-ാമത്തെ ടേബിളിൽ നിന്ന് കഴിച്ചു. 2-ാമത്തെ ടേബിളിൽ എന്ന വാക്കുകൾ ഈ വാക്യവുമായി ആഡ് ചെയ്തു നോക്കാം. ഇപ്പോൾ വാക്യം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ ഞാൻ ആഹാരം കഴിച്ചു. ഈ വാക്യത്തെ ഇനിയും നീട്ടിക്കൊണ്ടുപോകാമോ? ആരുടെ കൂടെ കഴിച്ചു എന്ന് ചോദിക്കൂ. എന്റെ കൂട്ടുകാരൻ രാജന്റെ കൂടെ കഴിച്ചു എന്ന വാക്കുകൾ ഈ വാക്കുകളുമായി ആഡ് ചെയ്തു നോക്കാം. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം ഞാൻ ആഹാരം കഴിച്ചു. ഈ വാക്യത്തെ ഇനിയും വലുതാക്കാമോ? രാജന്റെ കൂടെ ആര് ആഹാരം കഴിച്ചു എന്ന് ചോദ്യം ചോദിക്കൂ. രാജന്റെ കൂടെ അവന്റെ സഹോദരി റോജയും കൂടി കഴിച്ചു. അവന്റെ സഹോദരി റോജയും കൂടെ എന്ന വാക്യം ഈ വാക്യത്തിൽ ആഡ് ചെയ്യൂ. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരനും അവന്റെ സഹോദരി റോജായോടും കൂടെ ഞാൻ ആഹാരം കഴിച്ചു. ഈ വാക്യത്തെ വീണ്ടും വലുതാക്കാമോ? ഹോട്ടലിൽ എന്തെല്ലാമാണ് കഴിച്ചത് എന്ന ചോദ്യം ചോദിക്കൂ. ഹോട്ടലിൽ 2 ഇഡ്ഡലി 3 ദോശ എന്നിവ ഈ വാക്യത്തിൽ ആഡ് ചെയ്തു നോക്കൂ. ഇപ്പോൾ വാക്യം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരൻ രാജനും അവന്റെ സഹോദരി റോജയും കൂടി ഞാൻ 2 ഇഡ്ഡലിയും 3 ദോശയും കഴിച്ചു. ഈ വാക്യം കുറച്ചുകൂടി നീട്ടി പറയാമോ? ഹോട്ടലിൽ 2 ഇഡ്ഡലി 3 ദോശയോടൊപ്പം എന്ത് തന്നു എന്ന് ചോദിക്കുക. ഹോട്ടലിൽ സാമ്പാർ, ചട്നി എന്നിവ തന്നു. സാമ്പാർ, ചട്നി എന്നിവ മേൽപ്പറഞ്ഞ വാക്യത്തോട് ആഡ് ചെയ്തു നോക്കാം. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരൻ രാജനും അവന്റെ സഹോദരി റോജയും കൂടി ഞാൻ 2 ഇഡ്ഡലി 3 ദോശ എന്നിവ സാമ്പാർ ചട്നിയോടൊപ്പം കഴിച്ചു. ഈ വാക്യത്തെ ഇനിയും വലുതാക്കാമോ? ഇങ്ങനെ എത്ര വേണമെങ്കിലും വലുതാക്കി കൊണ്ടുപോകാം. ഇതിൽ അത്ര പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ ഈ വാക്യം മതി. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഇവിടെ നോക്കൂ. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിൽ അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരൻ രാജനും സഹോദരി റോജയും കൂടി
2 ഇഡ്ഡലി 3 ദോശ സാമ്പാർ ചട്നിയോടുകൂടി കഴിച്ചു. ശരി, നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്പർ 1, ഞാൻ എന്നത് ആദ്യത്തെ വാക്കായിട്ടുള്ളത്, കഴിച്ചു എന്നത് അവസാനത്തെ വാക്കായിട്ടാണുള്ളത്. ഈ നടുവിൽ വന്ന ഇൻഫർമേഷൻസ് എല്ലാം അഡീഷണൽ ഇൻഫർമേഷൻ. എന്ത് ഇൻഫർമേഷൻ? അഡീഷണൽ ഇൻഫർമേഷൻ. അതായത് അത് എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ പറയാം, വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിർത്തിവെക്കാം. ഞാൻ ആഹാരം കഴിച്ചു അർത്ഥമുള്ള വാക്കാണ്. ഇപ്പോൾ ഇത്ര വലിയ വാക്യം 10 വാക്യങ്ങളിലായി ഡിവൈഡ് ചെയ്യാം. 1, ഞാൻ ആഹാരം കഴിച്ചു. 2, ഞാൻ ഇന്നലെ വൈകുന്നേരം കഴിച്ചു. 3, ഞാൻ 5 മണിക്ക് കഴിച്ചു. 4, ഞാൻ ഡൽഹിയിൽ കഴിച്ചു. 5, ഞാൻ അശോക ഹോട്ടലിൽ കഴിച്ചു. 6, ഞാൻ 3-ാമത്തെ നിലയിൽ നിന്ന് കഴിച്ചു. 7, ഞാൻ 2-ാമത്തെ ടേബിളിൽ കഴിച്ചു. 8, ഞാൻ എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം കഴിച്ചു. 9, ഞാൻ 2 ഇഡ്ഡലി കഴിച്ചു. 10, ഞാൻ 3 ദോശ കഴിച്ചു. കണ്ടില്ലേ എത്ര വാക്യങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും പറയാം. അതൊന്നും അത്ര പ്രയാസകരമല്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത സാമ്പാർ ചട്നി നീക്കം ചെയ്യാം. സാമ്പാർ ചട്നി നീക്കം ചെയ്താൽ ഇപ്പോൾ സെന്റൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യത്തിൽ സാമ്പാർ ചട്നി നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാം നിലയിൽ 2-ാമത്തെ ടേബിളിൽ എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം അവന്റെ സഹോദരി റോജയും കൂടി ഞാൻ 2 ഇഡ്ഡലിയും 3 ദോശയും കഴിച്ചു. ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത് 2 ഇഡ്ഡലി 3 ദോശ നീക്കം ചെയ്യാം. ഇപ്പോൾ സെന്റൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് 2 ഇഡ്ഡലി 3 ദോശ എന്നിവ നീക്കം ചെയ്തുവല്ലോ. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ എൻ്റെ കൂട്ടുകാരൻ രാജനും അവന്റെ സഹോദരി റോജയും കൂടി കഴിച്ചു. ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത അവന്റെ സഹോദരി റോജയോടൊപ്പം നീക്കം ചെയ്താൽ ഇപ്പോൾ സെന്റൻസ് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യത്തിലുള്ള അവരുടെ സഹോദരി റോജയോടൊപ്പം നീക്കിക്കളഞ്ഞു. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിലെ 3-ാം നിലയിൽ 2-ാമത്തെ ടേബിളിൽ എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം കഴിച്ചു. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം എന്നത് നീക്കം ചെയ്തു. എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം നീക്കം ചെയ്താൽ സെന്റൻസ് എങ്ങനെയുണ്ടാവുമെന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം നീക്കം ചെയ്തു. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാം നിലയിൽ 2-ാമത്തെ ടേബിളിൽ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത 2-ാമത്തെ ടേബിളിൽ എന്നത് നീക്കം ചെയ്തു. 2-ാമത്തെ ടേബിളിൽ എന്നത് നീക്കം ചെയ്താൽ ഇപ്പോൾ സെന്റൻസ് എങ്ങനെയുണ്ടാവുമെന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യത്തിൽ 2-ാമത്തെ ടേബിൾ എന്നത് നീക്കം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാം നിലയിൽ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത 3-ാമത്തെ നിലയിൽ എന്നത് നീക്കം ചെയ്തു ഇടാം. 3-ാമത്തെ നില നീക്കം ചെയ്താൽ ഇപ്പോൾ സെന്റൻസ് എങ്ങനെയുണ്ടാവുമെന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ 3-ാമത്തെ നില നീക്കം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടാവുമെന്നത് നോക്കാം. ഞാൻ ഇന്നലെ 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത അശോക ഹോട്ടൽ എന്നത് നീക്കം ചെയ്താൽ എങ്ങനെയുണ്ടാവുമെന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യത്തിൽ അശോക ഹോട്ടൽ എന്നത് നീക്കം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിൽ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത ഡൽഹിയിൽ എന്നത് നീക്കം ചെയ്തു കഴിഞ്ഞു. ഡൽഹിയിൽ എന്നത് നീക്കം ചെയ്ത ശേഷം ഇപ്പോൾ സെന്റൻസ് എങ്ങനെയുണ്ടാവുമെന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഈ വാക്യത്തിൽ നിന്നും ഡൽഹിയിൽ എന്നതും നീക്കം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ വാക്യം എങ്ങനെ ഉണ്ടായിരിക്കുമെന്നത് നോക്കുക. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ആഹാരം കഴിച്ചു. ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത 5 മണിക്ക് എന്നത് എടുത്തുവിട്ടാൽ 5 മണിക്ക് എന്നത് നീക്കം ചെയ്താൽ
ഇപ്പോൾ സെന്റൻസ് എങ്ങനെയുണ്ടാവുമെന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് 5 മണിക്ക് എന്നത് നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം ആഹാരം കഴിച്ചു. ഇപ്പോൾ ഈ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത ഇന്നലെ വൈകുന്നേരം എന്നത് നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം എന്നത് നീക്കം ചെയ്ത ശേഷം ഇപ്പോൾ സെന്റൻസ് എങ്ങനെയുണ്ടാവും എന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ നിന്നും ഇന്നലെ വൈകുന്നേരം എന്നത് നീക്കം ചെയ്തു. ഇപ്പോൾ വാക്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ആഹാരം കഴിച്ചു. അതായത് ആദ്യം ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞുവല്ലോ. എല്ലാ വാക്കിലെയും വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണിവ. ഞാൻ കഴിച്ചു. അങ്ങനെയാകുമ്പോൾ ഇത് അർത്ഥമുള്ള വാക്യം തന്നെ. ഞാൻ കഴിച്ചു എന്നത് ഈ വാക്ക് ഉൾപ്പെട്ട വാക്യം വലുതാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ അത്രത്തോളം വലിയ സെന്റൻസ് കണ്ടയുടൻ മലയാളത്തിൽ ഇത്ര വലിയ സെന്റൻസ് നമുക്ക് പറയാൻ കഴിയുമോ എന്ന ഡൗട്ട് നിങ്ങൾക്കുണ്ടാക്കാം. ഇംഗ്ലീഷിൽ പറയാൻ പറ്റിയത് മനസ്സിൽ വെച്ചുകൊള്ളുക. അതായത് അത്രത്തോളം വലിയ സെന്റൻസ് പറയാൻ കഴിയും. ആ ടെക്നിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഇലാസ്റ്റിക് റൂൾ എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ വാക്കുകളെയും ആഡ് ചെയ്തുകൊണ്ടിരുന്നു. പല വാക്കുകളും നീക്കം ചെയ്തു. ഒടുവിൽ അവശേഷിച്ചത് 2 വാക്കുകൾ മാത്രം. സിമ്പിളായി. അതായത് എത്രയോ വർഷം ഞാൻ കഠിനമായി അധ്വാനിച്ച് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണിവ. ഇപ്പോൾ ഇത് പല സെന്റൻസ് ആയി തീർന്നു. ഇതെല്ലാം ഞാൻ തയ്യാറാക്കിയതാണ്. നിങ്ങളോട് അത്തരം വാക്യങ്ങൾ നിർമ്മിക്കുവാൻ പറഞ്ഞാൽ അസാധ്യമെന്ന് പറയും. എന്നാൽ ഈ സൂത്രം കേട്ടതിന് ശേഷം പറയും ഇത്രത്തോളം ഈസിയാണോ? സത്യത്തിൽ ഇംഗ്ലീഷ് ഇത്രത്തോളം ഈസിയാണെന്ന കാര്യം ഞങ്ങൾക്കും അറിയില്ല. മലയാളമാണ് ഈസി എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചു വന്നത്. മലയാളം തന്നെ കഠിനം. എന്തെന്നാൽ നിങ്ങൾക്ക് മലയാളം അറിയുന്നതിനാൽ മലയാളം കഠിനം എന്ന് വിചാരിക്കരുതേ. ശരി, അതാണല്ലോ സെന്റൻസ്. മറ്റൊരു സെന്റൻസ് കൂടി പറയുവാൻ പോകുന്നു. ശ്രദ്ധിക്കൂ. ഞാൻ കഴിഞ്ഞ മാസം 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മറീന ബീച്ചിൽ ഗാന്ധി പ്രതിമയ്ക്ക് എതിർവശം എന്റെ ഏട്ടൻ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം എന്റെ ഫാമിലി പട്ടാണി തിന്നുകൊണ്ടിരുന്നു. ഒരു വിദ്യാർത്ഥി ചോദിച്ചു, സാർ, ഇപ്പോൾ പറഞ്ഞ സെന്റൻസിനേക്കാൾ ഇനിയും കുറച്ച് വലിയ വേറെ സെന്റൻസ് പറയുവാൻ പറ്റുമോ? ശരി, പറയാം. കേട്ടുകൊള്ളുക. ഇതുവരേക്കും 6 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുത്ത KVR എന്ന ഞാൻ 1975 ആണ്ട് ജനുവരി മാസം 5-ാം തീയതി വൈകുന്നേരം 5:25 34 ഡൽഹിയിലുള്ള എക്സ് റോഡിലുള്ള ബാറ്റ ഷോറൂമിന്റെ എതിർവശമുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരൻ രാജൻ, അവന്റെ സഹോദരി റോജ എന്നിവരോടൊപ്പം 2 ഇഡ്ലി 3 ദോശ സാമ്പാർ ചട്നിയോടെ കഴിച്ചു. ഇതും എന്റെ കാഴ്ചയ്ക്ക് ചെറിയ സെന്റൻസ് ആണ് കേട്ടോ. ഇതിലും വലുതായി പറയാം. ശരി, ഇപ്പോൾ സത്യത്തിൽ ഇത്രത്തോളം വേഗത്തിൽ എത്ര വേണമെങ്കിലും എനിക്ക് പറയുവാൻ സാധിക്കും. ചെറിയ ടെക്നിക്ക് മാത്രം. ആ ടെക്നിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശരി, ഞാൻ ആഹാരം കഴിച്ചു. ഞാൻ കഴിച്ചു എന്ന വാക്യത്തിന്റെ ഇടയിൽ ഒട്ടേറെ വാക്കുകൾ ഉൾപ്പെടുത്തിയല്ലോ. ആ കാര്യങ്ങൾ എന്ത്, ഏവ? ആ വാക്കുകൾ വേറെ ഒന്നുമല്ല, 4 വാക്കുകൾ മാത്രം. ആ വാക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഓക്കെ. ഞാൻ ആഹാരം കഴിച്ചു. ഞാൻ ആഹാരം കഴിച്ചു. നടുവിലുള്ളവ 4 എണ്ണമാണ്. നമ്പർ 1 പ്ലേസ്, നമ്പർ 2 പേഴ്സൺ, നമ്പർ 3 ടൈം, നമ്പർ 4 തിങ്. പ്ലേസ്, പേഴ്സൺ, ടൈം, തിങ്. ശരി, ഇവയ്ക്ക് ഞാൻ PT റൂൾ എന്ന് പേരിടുന്നു. അതായത് നിങ്ങൾക്ക് എത്രയോ ലെസൺസ് ഞങ്ങളുടെ കോഴ്സിൽ എവിടെ നോക്കിയാലും ഈ PT റൂൾ വരുന്നുണ്ട്. പ്ലേസ്, പേഴ്സൺ, ടൈം, തിങ്. എന്നാൽ ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുവാനും ഭയമില്ലാതെ പഠിക്കുവാനും ഇത് എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് നോക്കൂ. ഞാൻ ആഹാരം കഴിച്ചു എന്നതിന്റെ ഇടയിൽ 4 വാക്കുകൾ മാത്രമാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ 4 വാക്കുകൾ PT റൂൾ ആണ്. P എന്നാൽ പ്ലേസ്, പേഴ്സൺ. T എന്നാൽ ടൈം, തിങ്. അങ്ങനെയായാൽ വാക്യത്തിൽ 90% വരാത്ത പക്ഷം അവിടെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഡിസ്കഷൻ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ഗ്രാമർ എന്ന് പറയേണ്ടി വരും. എന്റെ ഒരേ ഒരു നിഗമനം ഇതാണ്. കഷ്ടപ്പെട്ട് 99 അല്ലെങ്കിൽ 100 മാർക്ക് വാങ്ങുന്നത് ബെറ്റർ ആണോ, അല്ലെങ്കിൽ കഷ്ടപ്പെടാതെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളോടെ സിമ്പിളായി ഈ ടെക്നിക്ക് മനസ്സിലാക്കി 90% മാർക്ക് വാങ്ങുന്നതാണ് ബെറ്റർ?
നിശ്ചയമായും നിങ്ങൾ സംശയമില്ലാതെ പറയും. കഷ്ടപ്പെട്ട് 199 വാങ്ങിയാൽ കഷ്ടപ്പെടാതെ 90% ഉറപ്പായും വരും. വാങ്ങുന്നവർ അവരവരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുക. സോ വാക്യത്തിൽ 90% പ്ലേസ്, പേഴ്സൺ, ടൈം, തിങ് എന്നിവയാണ് ഉണ്ടായിരിക്കുക. അവയെപ്പറ്റി പറയണമെങ്കിൽ ഗ്രാമർ ഡീപ്പായി എന്നാൽ ടോട്ടലായി നമ്മൾ ഗ്രാമർ മനസ്സിലാക്കുന്നത് ഒഴിവാക്കിയാൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് നീട്ടിക്കൊണ്ടു പോകുന്നത് പോലെയാകും. ശരി, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ പ്ലേസ്, പേഴ്സൺ, ടൈം, തിങ് തന്നെയാണ്. പ്ലേസ് എന്നാൽ എന്താണ്? സ്ഥലം. സ്ഥലത്തിന് ഉദാഹരണം എന്താണ്? നിങ്ങളുടെ വീട്, ഞങ്ങളുടെ വീട്, നിങ്ങളുടെ നാട്, എൻ്റെ നാട്, ഏതായാലും ആവട്ടെ, മുംബൈ, ഡൽഹി, കൽക്കത്ത, USA ഇവയെല്ലാം തന്നെ പ്ലേസ് ആണ്. പേഴ്സൺ എന്നാൽ എന്താണ്? മനുഷ്യൻ. നല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നീ, ഞാൻ, ഞങ്ങൾ, നമ്മളുടെ കൂട്ടുകാർ, നമ്മുടെ സ്വന്തക്കാർ എല്ലാവരും മനുഷ്യരാണല്ലോ. ടൈം എന്നാൽ എന്താണ്? സമയം. സമയത്തിന് ഉദാഹരണങ്ങൾ ഏവ? നാളെ, വൈകുന്നേരം 5 മണി, കഴിഞ്ഞ മാസം, അടുത്ത വർഷം, ഇവയെല്ലാം സമയം തന്നെ. തിങ് എന്നാൽ എന്താണ്? സാധനം, ജീവനില്ലാത്ത വസ്തുക്കൾ, ഫോണ്, കമ്പ്യൂട്ടർ, ഷർട്ട്, പെൻ ഇവയാണല്ലോ അത്തരത്തിലുള്ളത് തിങ്. സോ പ്ലേസ്, പേഴ്സൺ, ടൈം, തിങ് ഈ 4 വാക്കുകൾ തന്നെയാണ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ ഞാൻ ഓരോ വാക്ക് ചോദിക്കുകയാണ്, പറയൂ. ഓക്കെ, ഞാൻ എന്നത് എന്താണ്? പേഴ്സൺ. ഇവിടെ അണ്ടർലൈൻ ചെയ്ത ഇന്നലെ വൈകുന്നേരം എന്നത് എന്താണ്? ടൈം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത 5 മണിക്ക് എന്നത് എന്താണ്? ടൈം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത ഡൽഹി എന്നത് എന്താണ്? പ്ലേസ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത അശോക ഹോട്ടൽ എന്നത് എന്താണ്? പ്ലേസ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത 3-ാം നിലയിൽ എന്നത് എന്താണ്? പ്ലേസ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത 2-ാമത്തെ ടേബിൾ എന്നത് എന്താണ്? പ്ലേസ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത എന്റെ കൂട്ടുകാരൻ രാജൻ എന്നത് എന്താണ്? പേഴ്സൺ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത അവന്റെ സഹോദരി റോജ എന്നത് എന്താണ്? പേഴ്സൺ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത 2 ഇഡ്ലി എന്നത് എന്താണ്? തിങ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇവിടെ അണ്ടർലൈൻ ചെയ്ത 3 ദോശ എന്നത് എന്താണ്? തിങ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിച്ചു എന്നത് പ്രവൃത്തി. ശരി, ഇപ്പോൾ എല്ലാം വിവരിച്ച് ഇവിടെ നോക്കാം. ഓരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, എല്ലാം കലർത്തി നോക്കാം. ഇന്നലെ വൈകുന്നേരം എന്നത് എന്താണ്? ടൈം. 5 മണിക്ക് എന്നത് എന്താണ്? ടൈം. ഡൽഹിയിൽ എന്നത് എന്താണ്? പ്ലേസ്. അശോക ഹോട്ടൽ എന്നത് എന്താണ്? പ്ലേസ്. 3-ാം നില എന്നത് എന്താണ്? പ്ലേസ്. 2-ാം ടേബിൾ എന്നത് എന്താണ്? പ്ലേസ്. എന്റെ സ്നേഹിതൻ രാജൻ എന്നത് എന്താണ്? പേഴ്സൺ. അവന്റെ സഹോദരി റോജ എന്നത് എന്താണ്? പേഴ്സൺ. 2 ഇഡ്ലി എന്നത് എന്താണ്? തിങ്. 3 ദോശ എന്നത് എന്താണ്? തിങ്. സാമ്പാർ ചട്നി എന്നത് എന്താണ്? തിങ്. കഴിച്ചു എന്നത് പ്രവൃത്തി. ശരി, ഇതിൽ എന്തെങ്കിലും പ്രയാസമായതുണ്ടോ? ഇവിടെയുള്ള ഈ വാക്യത്തെ നന്നായി ശ്രദ്ധിക്കുക. ആദ്യം ടൈം 2 വന്നു, പിന്നീട് ടൈം. എവിടെയെങ്കിലും വന്നുവോ? ഇല്ല. ടൈമിന് ശേഷം പ്ലേസ് 4 വന്നു. അതിനുശേഷം എവിടെയെങ്കിലും പ്ലേസ് വന്നുവോ? വന്നിട്ടില്ല. ഈ പ്ലേസ് 4 തുടർച്ചയായി വന്നു. പിന്നീട് പേഴ്സൺസ് 2 തുടർന്ന് വന്നു. വാക്യത്തിൽ 1 പ്രാവശ്യം പ്ലേസ്, 1 തവണ തിങ്, വീണ്ടും 1 പ്രാവശ്യം പ്ലേസ്, 1 തവണ തിങ്, ഇങ്ങനെ വരികയില്ല. തുടർന്ന് 1 വന്നാൽ വീണ്ടും മറ്റൊന്ന് വരും. വളരെ നന്നായിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്പോൾ വിസ്തരിച്ച് അവയുടെ അർത്ഥങ്ങൾ ഇവിടെ നോക്കുക. ഇന്നലെ വൈകുന്നേരം എന്നാൽ യെസ്റ്റർഡേ ഈവനിങ്. 5 മണിക്കെന്നാൽ അറ്റ് 5 o'clock. ഡൽഹിയിൽ എന്നാൽ ഇൻ ഡൽഹി. അശോക ഹോട്ടലിൽ എന്നാൽ ഇൻ അശോക ഹോട്ടൽ. 2-ാമത്തെ ടേബിളിൽ എന്നാൽ അറ്റ് ദ സെക്കൻഡ് ടേബിൾ.
നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? എന്റെ കൂട്ടുകാരൻ രാജൻ എന്നാൽ മൈ ഫ്രണ്ട് രാജൻ. അവന്റെ സഹോദരി റോജയോടൊപ്പം വിത്ത് ഹിസ് സിസ്റ്റർ റോജ. 2 ഇഡ്ലി 3 ദോശ, 2 ഇഡ്ലീസ് ആൻഡ് 3 ദോശാസ്. സാമ്പാർ ചട്നിയോടെ എന്നാൽ വിത്ത് സാമ്പാർ ആൻഡ് ചട്നി. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഈ വാക്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ശരി, ഇപ്പോൾ യഥാർത്ഥ കാര്യത്തിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് പറഞ്ഞ വാക്യം തന്നെ. ഈ വാക്യത്തിൽ സമയത്തിനനുസരിച്ച് അവസാനത്തെ വാക്ക് മാത്രമേ മാറുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെയുള്ള വാക്യം, ഞാൻ ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3-ാമത്തെ നിലയിൽ 2-ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരനും അവന്റെ സഹോദരി റോജയോടൊപ്പം 2 ഇഡ്ലി 3 ദോശ സാമ്പാർ ചട്നിയോടെ കഴിച്ചു എന്ന വാക്യം മാത്രം പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ആയി മാറുന്നു. മറ്റു വാക്കുകൾ മാറുന്നില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? വാക്യത്തിലുള്ള വാക്കുകൾ അതാത് കാലത്തിനനുസരിച്ച് അവസാന വാക്ക് മാത്രമേ മാറുകയുള്ളൂ എന്നതൊഴികെ ഏത് വാക്കുകളും മാറുകയില്ല. ഓരോ വാക്കിന്റെയും അർത്ഥം നിങ്ങൾക്കറിയാം. ഞാൻ എന്നതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സാധിക്കും. ഇന്നലെ വൈകുന്നേരം എന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. 5 മണിക്ക് എന്നത് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. ഡൽഹി എന്നത് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. അശോക ഹോട്ടൽ 3-ാമത്തെ നില 2-ാമത്തെ ടേബിൾ എന്റെ കൂട്ടുകാരൻ രാജൻ അവന്റെ സഹോദരി റോജ 2 ഇഡ്ലി 3 ദോശ തുടങ്ങിയ ഓരോ വാക്കിന്റെയും അർത്ഥം അറിയാം. അവിടെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ പറയാൻ സാധ്യമല്ല. അതിനു കാരണം ആശയക്കുഴപ്പമാവാം. എവിടെ തെറ്റ് വരും എന്ന ഭയത്തോടെ തെറ്റാണോ ശരിയാണോ അവസാനത്തെ വാക്ക് കണ്ടില്ലേ? അവസാന വാക്ക് ശരി. ഇപ്പോൾ ഇവിടെ നോക്കൂ. വാക്യത്തിൽ സന്ദർഭത്തിനനുസരിച്ച് അവസാനത്തെ വാക്ക് മാത്രമേ മാറുന്നുള്ളൂ. ഞാൻ എന്ന വാക്ക് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചറിൽ മാറുകയില്ല. കഴിച്ചു എന്ന വാക്യം പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചറിൽ മാറും. അങ്ങനെയാണെങ്കിൽ വാക്യത്തിന്റെ അവസാന വാക്കാണ് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിയാപദമാണ്, പ്രവൃത്തിയാണ്. മലയാള വാക്യത്തിൽ ക്രിയാപദം എവിടെയാണുള്ളതെന്ന് കണ്ണടച്ചു പറയാം. ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ പ്രയാസമാണ്. മലയാളത്തിൽ എവിടെയാണുള്ളതെന്ന് കണ്ണടച്ചുകൊണ്ട് ഒരു വാക്യം കാണിച്ച് നമ്മുടെ വിരൽ അവിടെ ചൂണ്ടി അവിടെ ഫുൾ സ്റ്റോപ്പ് ഉള്ളത് കാണിക്കാൻ പറ്റും. ആ വിരൽ അവിടെ തന്നെ വെക്കുക. നമ്മൾ കണ്ണടച്ചയുടൻ ആ വിരൽ മറ്റുള്ളവരെ കാണിച്ച് ഇതാണ് ക്രിയാനാമം എന്ന് പറയാം. ആ വലിയ വാക്യത്തിൽ 10 വാക്കുകളുണ്ട് എന്ന് പറയണ്ട. ശരി, ഇപ്പോൾ എങ്ങനെ എഴുതും? ആ വാക്യം ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം എന്നത് നോക്കാം. ഓക്കെ, ആദ്യം ഓരോ വാക്യം നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? 1. ഞാൻ കഴിച്ചു. 2. ഞാൻ ഇന്നലെ വൈകുന്നേരം കഴിച്ചു. 3. ഞാൻ 5 മണിക്ക് കഴിച്ചു. 4. ഞാൻ ഡൽഹിയിൽ കഴിച്ചു. 5. ഞാൻ അശോക ഹോട്ടലിൽ കഴിച്ചു. ആകെ 10 എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ 5 വാക്യങ്ങളുണ്ട്. ബാക്കി 5 വാക്യങ്ങൾ നെക്സ്റ്റ് പേജിൽ പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? 6. ഞാൻ 3-ാമത്തെ നിലയിൽ കഴിച്ചു. 7. ഞാൻ 2-ാമത്തെ ടേബിളിൽ കഴിച്ചു. 8. ഞാൻ രാജനോടൊപ്പം കഴിച്ചു. 9. ഞാൻ റോജയോടൊപ്പം കഴിച്ചു. 10. ഞാൻ 2 ഇഡ്ലി കഴിച്ചു. ഇപ്പോൾ നിങ്ങൾ ഈ 10 വാക്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എല്ലാ വാക്യങ്ങളുടെയും ഒടുവിൽ കഴിച്ചു എന്ന വാക്ക് വന്നു. നമ്മൾ ഡേ ടു ഡേ നിത്യജീവിതത്തിൽ ഇത്തരം കൊച്ചു കൊച്ചു വാക്യങ്ങളാണ് സംസാരിക്കുക. സോ ഇപ്രകാരമുള്ള വാക്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നത് 1, 2, 3 ഫോർമുല മുഖാന്തിരം വിസ്തരിച്ച് പറയാം. ഓർമ്മ വെച്ചുകൊള്ളുക, ഏത് വാക്യവും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണം എങ്കിൽ ഈ 1, 2, 3 ഫോർമുല വളരെ ഉപകാരപ്രദമായിരിക്കും. 1, 2, 3 ഫോർമുല എന്നാൽ ഒന്നുമില്ല. മലയാളത്തിലുള്ള വാക്യം ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ആദ്യം മലയാളത്തിലുള്ള വാക്യങ്ങളുടെ ആദ്യത്തെ വാക്കിന് 1 എന്ന നമ്പർ ഇടുക, അവസാനത്തെ വാക്കിന് 2 എന്ന നമ്പർ ഇടുക. മറ്റു വാക്കുകൾ എത്രയുണ്ടോ അവയ്ക്കെല്ലാം ഓരോരോ നമ്പർ ഇടുക, അവസാനത്തെ വാക്കിന് 2 എന്നിടുക. ഓരോ സെന്റൻസിനും ഓരോന്നായി കാണാം. അപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകും. ഓക്കെ, ഇവിടെ ആഹാരം കഴിച്ചു എന്നാൽ 8 ആണ്. ആഹാരം കഴിച്ചു എന്നാൽ 8. ആ 8 എന്ന വെർബ് ഓർമ്മിച്ചുകൊണ്ട് ഓരോ വാക്യവും വിസ്തരിച്ച് ഞാൻ നെക്സ്റ്റ് പേജിൽ പറയാൻ പോകുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള വാക്യം നോക്കുക. ഞാൻ ആഹാരം കഴിച്ചു, ഞാൻ കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 2 വാക്കുകളുണ്ട്. അവ ഏവാ? ഞാൻ എന്നത് ഒരു വാക്ക്, കഴിച്ചു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക,
കഴിച്ചു എന്നതും ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്ന് എഴുതുക, കഴിച്ചു എന്ന വാക്കിന് 2 എന്നും ഇടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ I, കഴിച്ചു എന്നാൽ 8. ഇപ്പോൾ കഴിച്ചു എന്നാൽ ഇംഗ്ലീഷിൽ I ate എന്ന് പറയണം. ഞാൻ ഇന്നലെ വൈകുന്നേരം ആഹാരം കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ഈ വാക്യം നോക്കുക. ഞാൻ ഇന്നലെ വൈകുന്നേരം ആഹാരം കഴിച്ചു. ഞാൻ ഇന്നലെ വൈകുന്നേരം ആഹാരം കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 3 വാക്കുകളുണ്ട്. അവ ഏവ? ഞാൻ എന്നത് ഒരു വാക്ക്, ആഹാരം കഴിച്ചു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്ന വാക്ക് ഡിവൈഡ് ചെയ്യുക. ഇന്നലെ വൈകുന്നേരം എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ആഹാരം കഴിച്ചു എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്നെഴുതുക, ആഹാരം കഴിച്ചു എന്ന വാക്കിന് 2 എന്നെഴുതുക, ഇന്നലെ വൈകുന്നേരം എന്ന വാക്കിന് 3 എന്നെഴുതുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ I, ആഹാരം കഴിച്ചു എന്നാൽ 8, ഇന്നലെ വൈകുന്നേരം എന്നാൽ യെസ്റ്റർഡേ ഈവനിങ്. ഇപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ആഹാരം കഴിച്ചു എന്നത് ഇംഗ്ലീഷിൽ I ate yesterday evening എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ 5 മണിക്ക് ആഹാരം കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ഈ വാക്യം നോക്കുക. ഞാൻ 5 മണിക്ക് ആഹാരം കഴിച്ചു. ഞാൻ 5 മണിക്ക് ആഹാരം കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 3 വാക്കുകളുണ്ട്. അവയേവ? ഞാൻ എന്നത് ഒരു വാക്ക്, 5 മണിക്ക് എന്നത് മറ്റൊരു വാക്ക്, ആഹാരം കഴിച്ചു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, 5 മണിക്ക് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ആഹാരം കഴിച്ചു എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്നിടുക, ആഹാരം കഴിച്ചു എന്ന വാക്കിന് 2 എന്നിടുക, 5 മണിക്ക് എന്ന വാക്കിന് 3 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ I, ആഹാരം കഴിച്ചു എന്നാൽ 8, 5 മണിക്ക് എന്നാൽ at 5 o'clock. ഇപ്പോൾ ഞാൻ 5 മണിക്ക് ആഹാരം കഴിച്ചു എന്നത് ഇംഗ്ലീഷിൽ I ate at 5 o'clock എന്ന് പറയണം. 5 മണിക്ക് എന്നാൽ 5 o'clock. ഇംഗ്ലീഷിൽ 5 മണിക്ക് മുമ്പ് എന്നതിന് at എന്ന് ചേർക്കണം. അത് പ്രിപ്പോസിഷൻ ചാർട്ടിൽ കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ആദ്യമായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ I ate at 5 o'clock, I ate at 5 o'clock ൽ at എന്നതിനെ കുറിച്ച് നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഞാൻ ഡൽഹിയിൽ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള 2 വാക്കുകൾ നോക്കുക. ഞാൻ ഡൽഹിയിൽ ആഹാരം കഴിച്ചു. ഞാൻ ഡൽഹിയിൽ ആഹാരം കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 4 വാക്കുകളുണ്ട്. അവ ഏവ? ഞാൻ എന്നത് ഒരു വാക്ക്. ഇവിടെ ഞാൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഡൽഹി എന്നതും ഇൽ എന്നതും ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്നെഴുതുക, ആഹാരം കഴിച്ചു എന്നതിന് 2 എന്നെഴുതുക, ഇൽ എന്ന അക്ഷരത്തിന് 3 എന്നിടുക, ഡൽഹി എന്ന വാക്കിന് 4 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ I, ആഹാരം കഴിച്ചു എന്നാൽ 8, ഇൽ എന്നാൽ ഇൻ, ഡൽഹി എന്നാൽ ഡൽഹി. ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ ആഹാരം കഴിച്ചു എന്നത് ഇംഗ്ലീഷിൽ I ate in Delhi എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ അശോക ഹോട്ടലിൽ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ഈ വാക്യം നോക്കുക. ഞാൻ അശോക ഹോട്ടലിൽ ആഹാരം കഴിച്ചു. ഞാൻ അശോക ഹോട്ടലിൽ ആഹാരം കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 4 വാക്കുകളാണുള്ളത്. അവ ഏവ? ഞാൻ എന്നത് ഒരു വാക്ക്, അശോക ഹോട്ടൽ എന്നത് മറ്റൊരു വാക്ക്, ഇൽ എന്നത് മറ്റൊരു വാക്ക്, ആഹാരം കഴിച്ചു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്ന ഒരു വാക്ക് ഡിവൈഡ് ചെയ്യുക, അശോക ഹോട്ടൽ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ഇൽ എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ആഹാരം കഴിച്ചു എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്നതിന് 1 എന്നിടുക, ആഹാരം കഴിച്ചു എന്നതിന് 2 എന്നിടുക, ഇൽ എന്ന വാക്കിന് 3 എന്നിടുക, അശോക ഹോട്ടൽ എന്ന വാക്കിന് 4 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം ഞാൻ എന്നാൽ I, ആഹാരം കഴിച്ചു എന്നാൽ 8, ഇൽ എന്നാൽ ഇൻ, അശോക ഹോട്ടൽ എന്നാൽ അശോക ഹോട്ടൽ. ഇപ്പോൾ ഞാൻ അശോക ഹോട്ടലിൽ ആഹാരം കഴിച്ചു എന്നത് ഇംഗ്ലീഷിൽ I ate in അശോക ഹോട്ടൽ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇപ്രകാരം ഡിവൈഡ് ചെയ്യുന്നത് കാരണം നിങ്ങളെ സിമ്പിളായി അനായാസം ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാനുള്ള തീവ്ര ശ്രമമാണിത്. ഞാൻ 3-ാം നിലയിൽ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ഈ വാക്യം നോക്കുക. ഞാൻ 3-ാമത്തെ നിലയിൽ ആഹാരം കഴിച്ചു. ഞാൻ 3-ാമത്തെ നിലയിൽ ആഹാരം കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്?
ഈ വാക്യത്തിൽ ആകെ 4 വാക്കുകളുണ്ട്. അവയേവാ? ഞാൻ എന്നത് ഒരു വാക്ക്, മൂന്നാമത്തെ നില എന്നത് മറ്റൊരു വാക്ക്, ഇല്ല എന്നത് മറ്റൊരു വാക്ക്, ആഹാരം കഴിച്ചു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, മൂന്നാമത്തെ നില എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ഇല്ല എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ആഹാരം കഴിച്ചു എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്നിടുക, ആഹാരം കഴിച്ചു എന്ന വാക്കിന് 2 എന്ന നമ്പർ ഇടുക, ഇല്ല എന്ന വാക്കിന് നമ്പർ 3 എന്നിടുക, മൂന്നാമത്തെ നില എന്ന വാക്കിന് നമ്പർ 4 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നത് I, ആഹാരം കഴിച്ചു എന്നത് 8, ഇൽ എന്നാൽ ഇൻ, മൂന്നാമത്തെ നില എന്നതിന് 3rd ഫ്ലോർ. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ നിലയിൽ ആഹാരം കഴിച്ചു എന്നതിന് ഇംഗ്ലീഷിൽ I ate in 3rd ഫ്ലോർ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ രണ്ടാമത്തെ ടേബിളിൽ ആഹാരം കഴിച്ചു. ഞാൻ രണ്ടാമത്തെ ടേബിളിൽ ആഹാരം കഴിച്ചു. ഇപ്പോൾ ഈ വാക്യവും നോക്കുക. ഞാൻ രണ്ടാമത്തെ ടേബിളിൽ ആഹാരം കഴിച്ചു. ഞാൻ രണ്ടാമത്തെ ടേബിളിൽ ആഹാരം കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 4 വാക്കുകളാണുള്ളത്. അവ ഏവാ? ഞാൻ എന്നത് ഒരു വാക്ക്, രണ്ടാമത്തെ ടേബിൾ എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, രണ്ടാമത്തെ ടേബിൾ എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ഇൽ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ആഹാരം കഴിച്ചു എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്നിടുക, ആഹാരം കഴിച്ചു എന്ന വാക്കിന് 2 എന്നിടുക, ഇൽ എന്ന വാക്കിന് 3 എന്നിടുക, ടേബിൾ എന്ന പദത്തിന് 4 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ I, ആഹാരം കഴിച്ചു എന്നാൽ 8, ഇൽ എന്നാൽ at, രണ്ടാമത്തെ ടേബിൾ എന്നാൽ 2nd ടേബിൾ. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ടേബിളിൽ ആഹാരം കഴിച്ചു എന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ I ate at the 2nd ടേബിൾ എന്നാണ് പറയുക. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം ആഹാരം കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള വാക്യം നോക്കുക. ഞാൻ എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം ആഹാരം കഴിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം ആഹാരം കഴിച്ചു. ഈ വാക്യത്തിൽ ആകെ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 4 വാക്കുകളാണുള്ളത്. അവ ഏവാ? ഞാൻ എന്നത് ഒരു വാക്ക്, എൻ്റെ കൂട്ടുകാരൻ രാജൻ എന്നത് മറ്റൊരു വാക്ക്, ഓടൊപ്പം എന്നത് മറ്റൊരു വാക്ക്, ആഹാരം കഴിച്ചു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്ന ഒരു വാക്ക് ഡിവൈഡ് ചെയ്യുക, എൻ്റെ കൂട്ടുകാരൻ രാജൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ഓടൊപ്പം എന്നതും ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, ആഹാരം കഴിച്ചു എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്നിടുക, ആഹാരം കഴിച്ചു എന്ന വാക്കിന് 2 എന്നിടുക, ഓടൊപ്പം എന്ന വാക്കിന് 3 എന്നിടുക, എൻ്റെ കൂട്ടുകാരൻ രാജൻ എന്നതിന് 4 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ I, ആഹാരം കഴിച്ചു എന്നാൽ 8, ഓടൊപ്പം എന്നാൽ വിത്ത്, എൻ്റെ കൂട്ടുകാരൻ രാജൻ എന്നാൽ മൈ ഫ്രണ്ട് രാജൻ. ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ രാജനോടൊപ്പം ആഹാരം കഴിച്ചു എന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: I ate with my friend രാജൻ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ 2 ഇഡ്ലി കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള വാക്യം നോക്കുക. ഞാൻ 2 ഇഡ്ലി കഴിച്ചു. ഞാൻ 2 ഇഡ്ലി കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ആകെ 3 വാക്കുകളാണുള്ളത്. അവ ഏവാ? ഞാൻ എന്നത് ഒരു വാക്ക്, 2 ഇഡ്ലി എന്നത് മറ്റൊരു വാക്ക്, കഴിച്ചു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, 2 ഇഡ്ലി എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, കഴിച്ചു എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്നിടുക, കഴിച്ചു എന്ന വാക്കിന് 2 എന്നിടുക, 2 ഇഡ്ലി എന്ന വാക്കിന് 3 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ I, കഴിച്ചു എന്നാൽ 8, 2 ഇഡ്ലി എന്നാൽ 2 ഇഡ്ലീസ്. ഇപ്പോൾ ഞാൻ 2 ഇഡ്ലി കഴിച്ചു എന്നതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ I ate 2 ഇഡ്ലീസ് എന്നായിരിക്കും. വാക്കുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിച്ച് ഡിവൈഡ് ചെയ്യുക. വാക്യങ്ങളിൽ വെള്ളച്ചുമർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വെള്ളച്ചുമർ എന്നത് 2 വാക്കുകളായി ഡിവൈഡ് ചെയ്തുവെന്ന് വിചാരിച്ചു കൊള്ളുക. വെള്ള എന്നത് ഒരു വാക്ക്, ചുമർ എന്നത് മറ്റൊരു വാക്ക്. അപ്പോൾ എന്താകും? വാൾ വൈറ്റ് ആയിത്തീരും. വെള്ള ചുമർ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്താൽ വൈറ്റ് വാൾ ആയിത്തീരും. സോ ഡിവൈഡ് ചെയ്യുന്നത് ജാഗ്രതയോടെ ചെയ്യുക. ഞാൻ 3 ദോശ കഴിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ഈ വാക്യം നോക്കുക. ഞാൻ 3 ദോശ കഴിച്ചു. ഞാൻ
3 ദോശ കഴിച്ചു. ഈ വാക്യത്തിൽ എത്ര വാക്കുകളുണ്ട്? ഈ വാക്യത്തിൽ ആകെ 3 വാക്കുകളുണ്ട്. അവ ഏവ? ഞാൻ എന്നത് ഒരു വാക്ക്, 3 ദോശ എന്നത് മറ്റൊരു വാക്ക്, കഴിച്ചു എന്നത് മറ്റൊരു വാക്ക്. ഇവിടെ ഞാൻ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക, 3 ദോശ എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക, കഴിച്ചു എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഞാൻ എന്ന വാക്കിന് 1 എന്നിടുക, കഴിച്ചു എന്ന വാക്കിന് 2 എന്നിടുക, 3 ദോശ എന്നതിന് 3 എന്നിടുക. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ I, കഴിച്ചു എന്നാൽ 8, 3 ദോശ എന്നാൽ 3 ദോശാസ്. ഇപ്പോൾ ഞാൻ 3 ദോശ കഴിച്ചു എന്നതിന് ഇംഗ്ലീഷിൽ I ate 3 ദോശാസ് എന്ന് പറയണം. ഇപ്പോൾ ഇങ്ങനെ 10 വാക്യങ്ങൾ, കൊച്ചു കൊച്ചു വാക്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്രകാരം എത്ര വാക്യങ്ങൾ വേണമെങ്കിലും എന്റെ സൂത്രത്തോടെ പറയാനും സാധിക്കും. നിങ്ങൾ കൂട്ടുകാരോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും ലെറ്റർ റൈറ്റിംഗ് എഴുതിയാലും ഇത്തരം സിമ്പിൾ ടെക്നിക് ഉപയോഗിക്കുവാൻ സാധിക്കും. ഈ സിമ്പിൾ ടെക്നിക്കിൽ അല്പാൽപ്പം തെറ്റുകൾ വന്നേക്കാം, വരികയില്ല എന്ന് ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ആദ്യമായി നിങ്ങൾക്ക് എന്തെങ്കിലും വാക്യം പറയണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുഴപ്പം സംഭവിച്ചേക്കാം. ഇംഗ്ലീഷ് എന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഭയം ടോട്ടലായി ഇല്ലാതാകും. ഇതുതന്നെയാണ് എന്റെ സൂത്രത്തിന്റെ മഹത്വം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ശരി, ഞാൻ ആഹാരം കഴിച്ചു. ഈ വാക്യത്തിൽ കഴിച്ചു എന്ന ക്രിയാനാമം ഉണ്ട്. ഈ കഴിച്ചു എന്ന ക്രിയ നോക്കിയോ, അത് പല വിധമായി മാറുന്നു. 100 മുതൽ 150 വാക്കുകളായി മാറുന്നു. ആ 100ൽ നിന്ന് 150 വാക്യങ്ങളായി മാറും. എങ്ങനെയെന്ന് വിവിധ തരത്തിലുള്ള സൂത്രങ്ങൾ വഴിയായി കോഴ്സിൽ കണ്ടതിനാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കിപ്പോൾ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ ആഹാരം കഴിക്കുന്നു എന്നാൽ എന്താണ്? വെർബ്. ഞാൻ എന്നത് ഒരു പുറത്തിൽ കൂടുതൽ എഴുതി കഴിഞ്ഞു. മാറ്റിക്കൊണ്ട് ഓരോ വാക്കും ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ആഹാരം കഴിച്ചു, ഞാൻ ആഹാരം കഴിക്കും, എനിക്ക് ആഹാരം കഴിക്കാൻ സാധിക്കും, എനിക്ക് ആഹാരം കഴിക്കണം, ഞാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞു, ഞാൻ ആഹാരം കഴിച്ചാൽ, ഞാൻ ആഹാരം കഴിക്കുമ്പോൾ, ഞാൻ ആഹാരം കഴിക്കുമ്പോൾ, ഞാൻ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, ഞാൻ ആഹാരം കഴിച്ച ശേഷം, ഞാൻ ആഹാരം കഴിച്ചാൽ, ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ, ഞാൻ ആഹാരം കഴിച്ചതൊഴികെ, ഞാൻ ആഹാരം കഴിച്ചതിനാൽ, ഞാൻ ആഹാരം കഴിക്കാതിരുന്നാൽ, ഇങ്ങനെ 100ലും കൂടുതൽ പറയാം. ഇവ ഇപ്പോൾ ചെറുതും വലിയതുമായ വാക്യങ്ങളിൽ പറയാൻ പോകുന്നു. നോക്കൂ, ഞാനിപ്പോൾ ആഹാരം കഴിച്ചു, കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇന്നലെ ആഹാരം കഴിച്ചു, ഞാൻ നാളെ ആഹാരം കഴിക്കും, ഞാനിപ്പോൾ ആഹാരം കഴിക്കണം, എനിക്ക് 10 ഇഡ്ഡലി കഴിക്കാൻ സാധിക്കും, ഞാൻ ആഹാരം കഴിച്ചാൽ തടിയനായി തീരും, ഞാൻ ആഹാരം കഴിക്കുമ്പോൾ അവൻ വന്നു, ഞാൻ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകാറുണ്ട്, ഞാൻ ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് വന്നു, ഞാൻ ആഹാരം കഴിച്ചിട്ടും വിശപ്പ് അടങ്ങിയില്ല, ഞാൻ ആഹാരം കഴിച്ചയുടൻ ഓഫീസിലേക്ക് പോയി, ഞാൻ ആഹാരം കുറച്ചാൽ തടിയനാവുകയില്ല, ഞാൻ കൂടുതൽ ആഹാരം കഴിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആഹാരം കഴിച്ചു എന്ന സ്ഥലത്ത് സംസാരിച്ചു എന്ന് പറയാൻ സാധിക്കും. എങ്ങനെയെന്ന് നോക്കൂ. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു, ആഹാരം കഴിക്കുന്നു, സംസാരിക്കുന്നു, ആഹാരം കഴിക്കാൻ സാധിക്കും, സംസാരിക്കാൻ സാധിക്കും, ആഹാരം കഴിക്കണം, സംസാരിക്കണം, ആഹാരം കഴിക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ആഹാരം കഴിച്ചാൽ, സംസാരിച്ചാൽ, ആഹാരം കഴിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുമ്പ്, ആഹാരം കഴിച്ച ശേഷം, സംസാരിച്ച ശേഷം, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആഹാരം കഴിച്ചാലും സംസാരിച്ചാലും, ആഹാരം കഴിച്ച ഉടനെ, സംസാരിച്ച ഉടനെ, ആഹാരം കഴിച്ചതൊഴികെ, സംസാരിച്ചതൊഴികെ, കൂടുതൽ ആഹാരം കഴിച്ചതിനാൽ, കൂടുതൽ സംസാരിച്ചതിനാൽ. കണ്ടില്ലേ, ഒരു വെർബ് അറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ പറയാം. വാക്യത്തിന്റെ ജീവൻ വെർബാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3ാമത്തെ നിലയിൽ 2ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരൻ രാജനും അവന്റെ സഹോദരി റോജയോടൊപ്പം 2 ഇഡ്ഡലി 3 ദോശ സാമ്പാർ ചട്നിയോടെ. അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. അതിനാൽ ഈ വാക്യം അർത്ഥമുള്ളതാകുമോ? അത്രത്തോളം വലിയ സെന്റൻസ് പറഞ്ഞാലും അവസാനം കഴിച്ചു എന്ന വാക്ക് പറയാത്തതിനാൽ അത് സെന്റൻസ് അല്ല, അത് അർത്ഥമുള്ളതാകുകയില്ല. എന്ത് ചെയ്തു എന്നാൽ പറഞ്ഞാലല്ലേ? അങ്ങനെയാണെങ്കിൽ ആ അവസാനത്തെ വാക്ക് പറയുമ്പോൾ മാത്രമാണ് അതൊരു പൂർണ്ണ വാക്യമായി തീരുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഡൽഹിയിലുള്ള അശോക ഹോട്ടലിൽ 3ാമത്തെ നിലയിലുള്ള 2ാമത്തെ ടേബിളിൽ എന്റെ കൂട്ടുകാരൻ രാജനും അവന്റെ സഹോദരി റോജയും കൂടി 2 ഇഡ്ഡലി 3 ദോശ സാമ്പാർ ചട്നിയോടെ കഴിച്ചു. കഴിച്ചു എന്ന് പറയുമ്പോൾ മാത്രമാണ് വാക്യം പൂർണ്ണമാവുന്നത്. വാക്യത്തിന്റെ ജീവൻ വെർബാണ്.
മനുഷ്യന് ശരീരത്തിൽ അനേകം പാർട്സ് ഉണ്ട്. ഏത് പാർട്ടിൽ അപകടം സംഭവിച്ചാലും മിക്കവാറും അതിന് റീപ്ലേസ്മെന്റ് നടത്തി വരാറുണ്ട്. കാലില്ലെങ്കിലും മനുഷ്യന് ജോലി ചെയ്യാൻ സാധിക്കും. അത് റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിനാൽ ജീവൻ നിലനിർത്താം. ജീവൻ പോയാൽ ശവത്തിന് തുല്യമായി. കണ്ണുകളില്ലാതെ വന്നാൽ ജോലി ചെയ്യാം, കാലില്ലാതെ വന്നാലും ജോലി ചെയ്യാം. എന്നാൽ ജീവൻ പോയാൽ മാത്രം നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. സോ ജീവൻ എന്നത് മനുഷ്യന് എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ ഈ വാക്യത്തിന് വളരെ പ്രധാനമാണ് ക്രിയാപദം. ക്രിയാപദമില്ലാതെ ഒരു വാക്യവും പൂർണ്ണമല്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം നീങ്ങിയിരിക്കുമെന്ന് കരുതുന്നു. പ്ലേസ്, പേഴ്സൺ, ടൈം, തിങ്, ഇലാസ്റ്റിക് റൂൾ ഇവിടെയുള്ള വാക്കുകളിൽ ആഹാരം കഴിക്കുന്ന, പ്ലേസിൽ പാടുന്നത്, പോകുന്നത്, പറയുന്നത്, കേൾക്കുന്നത്, ചെയ്യുന്നത്, എഴുതുന്നത്, കൊടുക്കുന്നത്, എടുക്കുന്നത്, വിൽക്കുന്നത്, എറിയുന്നത്, ഓടുന്നത്, പഠിക്കുന്നത്, നോക്കുന്നത് തുടങ്ങിയവ അനേകം ക്രിയാപദങ്ങളാണ്. ഇവയെല്ലാം ഇത്ര വേഗം പറയുന്നത് പ്രയാസകരമല്ല. മലയാളമാണ് അല്പമെങ്കിലും ക്ലേശകരം. ഇംഗ്ലീഷ് വളരെ ഈസിയാണ്. ശരി, ഇംഗ്ലീഷ് പഠിക്കുന്നത് വളരെ കഠിനമാണെന്ന് ഇതുവരേക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം. എന്നാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ഈ ടെക്നിക്ക് മൂലം ഇംഗ്ലീഷ് പഠിക്കുന്നത് എത്രയോ എളുപ്പം എന്ന തോന്നലുണ്ടായി. കോൺഫിഡൻസ് കൂടുതൽ വർദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇലാസ്റ്റിക് സൂത്രത്തോടെ ഇംഗ്ലീഷ് നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ബൈ.